എല്ലാവരും ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ കുട്ടികൾക്ക് ഹോളിഡേ അല്ലേ, അവരെവിടെയെങ്കിലും കൊണ്ടുപോകണ്ടേ? അപ്പോൾ ഈ വിൻ്റർ ടൈമിൽ നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നത് എവിടെയാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുക എന്ന് ഓർത്തിട്ടാണല്ലേ. അതിന് പറ്റിയൊരു നല്ല ഓപ്ഷനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതുപോലെ വീഡിയോ കാണുന്നവർ ഈ പേജ് ഫോളോ ചെയ്യുന്നതിനെ കുറിച്ച് കൂടി ഒന്ന് ചിന്തിക്കണേ. കുട്ടികളുമായി പോകാൻ നല്ലൊരു ഇൻഡോർ അട്രാക്ഷനാണ് ലണ്ടൻ സയൻസ് മ്യൂസിയം. നമുക്കൊരു ഫ്രീ എൻട്രിയാണ് അവിടെ ലഭിക്കുന്നത്. എന്നിരുന്നാലും ഈ നിൽക്കുന്ന ക്യൂ ഒഴിവാക്കാനായിട്ട് നേരത്തെ ബുക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ 5 നിലകളിലായിട്ടാണ് ഈ ബിൽഡിംഗ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ നിലകളിലും പല രീതിയിലുള്ള ഡിസ്പ്ലേകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഏറ്റവും താഴത്തെ നിലയിൽ എനർജിയെക്കുറിച്ചുള്ള ഡിസ്പ്ലേകളാണ് കാണുക. സ്റ്റീം എൻജിൻ, കോൾ എൻജിൻ, അതിനെ പറ്റിയൊക്കെയുള്ള അതിൻ്റെ വർക്കിംഗ് മോഡലുകൾ നമുക്ക് കാണാൻ സാധിക്കും. അത് കുട്ടികൾക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. പഴയ കാലത്തെ എൻജിനുകളൊക്കെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ വർക്കിംഗ് കാണാനും അവിടെ നമുക്ക് സാധിക്കും. സ്പേസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അത് വളരെ അട്രാക്റ്റീവ് ആയിരുന്നു. ഇയർ 4 and 5 പഠിക്കുന്ന കുട്ടികൾക്ക് അവർ പഠിക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരത് കണ്ടു നിൽക്കുക. എൻ്റെ മകളാണ് നിൽക്കുന്നത്. ഓരോ തരം പ്ലാനറ്റിനെ കുറിച്ച് നല്ല രീതിയിൽ തന്നെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അത് ശരിക്കും വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സിബിഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ സ്പേസിലേക്ക് സഞ്ചരിച്ചിട്ടുള്ള ഓരോ മെഷീനുകൾ, അപ്പോളോ 10ൻ്റെ ഒരു മോഡലാണ് നമ്മൾ കാണുന്നത്. അതുപോലെ അതിൽ സഞ്ചരിച്ചിരുന്ന ആസ്ട്രോണറ്റ്സിൻ്റെ മോഡൽസ് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവർ ചന്ദ്രനിൽ പോയി ഇറങ്ങിയ സാഹചര്യം, അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ അതിലേക്ക് പോകാൻ ഉപയോഗിച്ച എൻജിനാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോളോ 10ന് വേണ്ടി ഉപയോഗിച്ചിരുന്ന എൻജിൻ, അതിൻ്റെ മോഡൽസൊക്കെ നമുക്കവിടെ കാണാം. ഇത് ഒറിജിനൽ എൻജിനാണ്. അതിൻ്റെ കുറേ ഭാഗങ്ങൾ ഡിസ്ട്രോയ് ആയിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു പീസ് ഓഫ് മൂണാണ്. അപ്പോളോ 10 അവിടെ ചെന്ന് ഒരു പീസ് എടുത്തുകൊണ്ട് വന്ന് അത് ഒരു ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു എക്സിബിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ മകൾ ശരിക്കും എക്സൈറ്റഡ് ആയി കേട്ടോ അതെല്ലാം കണ്ടിട്ട്. അതുപോലെ ആസ്ട്രോണറ്റ്സ് ഉപയോഗിച്ചിരുന്ന ഡ്രസ്സ്, അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെല്ലാം തന്നെ ഡിസ്പ്ലേയിലുണ്ട്. ഇത് അപ്പോളോ 10ൻ്റെ എൻജിനാണ്. ഇത് നമ്മൾ ചന്ദ്രനിൽ ചുറ്റി തിരിച്ചു വന്ന ഒരു മെഷീനാണ്. അതിൻ്റെ നശിച്ചു പോയ ഭാഗങ്ങളടക്കം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ശരിക്കും ഒരു വളരെ വണ്ടർഫുള്ളായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്. ഇനി ഇതെന്താണെന്നല്ലേ, നമുക്ക് എപ്പോഴും വഴിയായിട്ട് വരുന്ന ഗൂഗിൾ മാപ്സ് അല്ലേ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ലണ്ടൻ സയൻസ് മ്യൂസിയം ഒന്ന് വിസിറ്റ് ചെയ്താൽ മതി. അതിനുപയോഗിക്കുന്ന സാറ്റലൈറ്റ്, അത് സിഗ്നൽ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത്, റിസീവ് ചെയ്യുന്നത് എല്ലാം നമുക്കറിയാൻ സാധിക്കും. ഓട്ടോമൊബൈൽസിനോട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർക്ക് ഒരു നല്ല ഒരു എക്സിബിഷൻ തന്നെ ഇവിടെ കാണാൻ സാധിക്കും. മുകളിൽ തൂങ്ങി കിടക്കുന്നത് കാസാബ്ലാങ്ക എന്ന പഴയ ഫിലിമിൽ യൂസ് ചെയ്തിരുന്ന ഒരു പ്ലെയിൻ തന്നെയാണ്. അതുപോലെ ഫോർഡിൻ്റെ ഏറ്റവും ഫസ്റ്റ് മോഡൽ, മാസ് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഏറ്റവും ഫസ്റ്റ് മോഡലായിട്ടുള്ള കാർ നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ വിൻറ്റേജ് കാർസ്, പലതരം എയ്റോപ്ലെയിൻസ്, ബോട്ട് എൻജിൻസ് എല്ലാം അവിടെ എക്സിബിറ്റിലുണ്ട്. ഈ കാണുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കുറേ നാൾ വില്ലനായിട്ട് നിന്നിരുന്ന കൊറോണ വൈറസിൻ്റെ ഒരു മോഡലാണ്. ആ വൈറസ് എങ്ങനെയാണ് വന്നത്, അതിൻ്റെ വാക്സിൻ ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്, അന്ന് സയൻറ്റിസ്റ്റുകൾ ഏതെല്ലാം പല രീതിയിൽ ചിന്തിച്ചിരുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒരു സ്റ്റോറി പോലെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സെഷൻ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഹ്യൂമൻ ബോഡിയെപ്പറ്റി, ബയോളജിയെപ്പറ്റിയൊക്കെ താല്പര്യമുള്ളവർക്ക് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ ഡിസ്പ്ലേകൾ അവിടെയുണ്ട്. ഏത് പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും കുറേ ബട്ടണൊക്കെ ഞെക്കി കുറേ ഓർഗൻസിനെയൊക്കെ പറ്റി അറിയാൻ സാധിക്കുമ്പോൾ അവർക്കത് വളരെ എൻ്റർടൈനിങ് ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മുടെ സ്മാർട്ട് ഫോണിലൊക്കെ കളിക്കുന്ന കുട്ടികൾക്ക് അതൊരു ഗെയിം പോലെയേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് അതൊരു പഠിക്കുന്ന ഒരു കാര്യമാണെന്ന് പോലും ഫീൽ ചെയ്യുന്നില്ല. അവരത് എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ കണ്ടുകൊണ്ട് നടക്കും. ഇനി മാത്സിനോട്, ടെക്നോളജിയോടൊക്കെ താല്പര്യമുള്ളവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് നോക്കാം. അതുപോലെ ഇക്വേഷൻസ് എങ്ങനെ ഡെവലപ്പായി എന്നുള്ളതിൻ്റെ ഹിസ്റ്ററി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ വിവിധ തരത്തിലുള്ള ഇൻഫർമേഷൻസാണ് നമുക്കിവിടെ നിന്ന് ലഭിക്കുന്നത്. ഇനി അതുമാത്രമല്ല, വിൻറ്റേജ് പെയിൻറ്റിങ്സിനോട് താല്പര്യമുള്ളവർക്ക് അത്തരത്തിലുള്ള ഒത്തിരി ഡിസ്പ്ലേകളും അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഇടാൻ കാരണം ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന പോലെ ലണ്ടനിലെ ലൈറ്റ്സ് എല്ലാം ഓണാണ് ക്രിസ്മസിൻ്റേതായിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ള, ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു യാത്ര നടത്താൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാ, പോകുമല്ലേ ലണ്ടൻ കാണാനായിട്ട്? ലണ്ടൻ സയൻസ് മ്യൂസിയവും ലണ്ടൻ ലൈറ്റ്സും കൂടെ കണ്ടിട്ട് നമുക്ക് യാത്ര പൂർത്തിയാക്കാം.